മലയാള സിനിമയിലെ യുവനടിമാരിൽ ശ്രദ്ധേയയാണ് നടി അഹാന കൃഷ്ണ. അച്ഛൻ കൃഷ്ണകുമാറിന്റെ അഭിനയപാതയിലൂടെയാണ് അഹാനയും സിനിമയിലേക്ക് എത്തുന്നത്. രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് ആയിരുന്നു ആദ്യ സിനിമ. പിന്നീട് ഒരുപിടി സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു അഹാന. സിനിമയ്ക്ക് പുറത്ത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് അഹാന. തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ നടി ആരാധകരുമായി എപ്പോഴും പങ്കുവയ്ക്കാറുമുണ്ട്. അഹാനയ്ക്ക് ഭക്ഷണത്തോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും ആരാധകർക്കൊക്കെ അറിയുന്നതാണ്. ഇടയ്ക്കിടെ വെറൈറ്റി ഭക്ഷണങ്ങൾ ആരാധകർക്ക് പരിചയപ്പെടുത്തി നൽകുവാനും നടിയെത്താറുണ്ട്. ഇപ്പോഴിതാ ചെറുപ്പം മുതലുള്ള അഹാനയുടെ ഭക്ഷണപ്രിയത്തെക്കുറിച്ച് പറയുകയാണ് അമ്മ സിന്ധു കൃഷ്ണ. ഒരു അഭിമുഖത്തിൽ അഹാനയുടെ സുഹൃത്ത് റിയയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സിന്ധു. അഹാനയെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്ന കാര്യമാണ് അഹാന എന്ന് വിളിക്കുന്ന അമ്മു ഫുഡിയാണെന്നും ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ് അഹാനയ്ക്കെന്നും. എന്നാൽ കുട്ടിയായിരുന്നപ്പോൾ ആൾ ഭയങ്കര ഫണ്ണി ആയിരുന്നുവെന്ന് അടുത്തറിയുന്നവർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അഹാനയെക്കുറിച്ചുള്ള രസകരമായ ഓർമ്മകൾ പങ്കുവെക്കാമോ എന്നായിരുന്നു സുഹൃത്ത് റിയയുടെ ചോദ്യം. ഒരുപാട് ഓർമ്മകളുണ്ട്. ആദ്യത്തേത് അമ്മുവിന് 1-2 മാസം പ്രായമുള്ളപ്പോഴുള്ളതാണ്. കൃഷ്ണകുമാർ അവിടെ ഇരുന്ന് തണ്ണിമത്തൻ കഴിക്കുന്നുണ്ടായിരുന്നു. അമ്മു ഇത് നോക്കി ഇങ്ങനെ കിടക്കുന്നു. അത് കണ്ടപ്പോൾ അയ്യോ പാവമെന്ന് പറഞ്ഞ് എന്നോട് അല്പം കുഞ്ഞിന് കൊടുക്കെന്ന് പറഞ്ഞു. ഞാനത് ജ്യൂസ് ആക്കി കൊടുത്തു. പിറ്റേന്ന് മുതൽ കുഞ്ഞിന് ലൂസ് മോഷനായി. 3 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമല്ലേ കൊടുക്കാവൂ. എനിക്കത് അറിയില്ലായിരുന്നു. 23 വയസ്സെന്തോ ഉള്ളൂ എനിക്കന്ന്. ഇത് കൊടുക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വെള്ളമല്ലേ അതിനെന്താണെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി. ഇച്ചിരി തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചെന്ന് കരുതി എന്തു പറ്റാനാണെന്നും അദ്ദേഹം പറഞ്ഞു. 1 മാസം എനിക്ക് പണിയായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അമ്മുവിനെ. കുഞ്ഞായതിനാൽ കയ്യിൽ ഡ്രിപ്പിടാൻ കഴിയാതെ കാലിലൂടെ ഡ്രിപ്പ് ഇടേണ്ടി വന്നു. കാൽ അനക്കാതെ ഇരിക്കാൻ പലക പോലെ എന്തൊക്കെയോ വെച്ച് കിട്ടി. അന്ന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുവെന്നും സിന്ധു കൃഷ്ണ പറയുകയാണ്. പിന്നെയുള്ളൊരു ഓർമ്മ തിരുനെൽവേലിയിൽ എന്റെ സുഹൃത്ത് ഹസീനയുടെ വീട്ടിൽ പോയതാണ്. അന്ന് അമ്മുവിന് 1 വയസ്സേ ആയിട്ടുള്ളൂ. അവിടെ ബിരിയാണിയും അതും ഇതുമൊക്കെയായിരുന്നു ഭക്ഷണം. നമുക്ക് കഴിക്കുവാൻ തരുന്നതിൽ നിന്നും 1-2 വാ കുഞ്ഞിന് കൊടുക്കുകയാണല്ലോ ചെയ്യാറുള്ളത്. അതുപോലെ ഒരു ഫുൾ പ്ലേറ്റ് ബിരിയാണി എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. ഞാൻ പതുക്കെ പതുക്കെ അമ്മുവിനത് വാരി കൊടുത്തു. ഒരു 5 മിനിറ്റ് കൊണ്ട് അത് തീർന്നു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ 1 പ്ലേറ്റ് ബിരിയാണി 1 വയസ്സായ ഈ കൊച്ചു കഴിച്ചുവെന്ന്. അതെങ്ങനെയെന്ന് ഞങ്ങൾ അന്തം വിട്ടു. അമ്മു അപ്പോഴും വാ തുറന്ന് ഇരിക്കുകയാണ്. പക്ഷെ പിന്നെ കൊടുത്തില്ല. ഛർദ്ദിക്കുക വല്ലതും ചെയ്താലോ എന്ന് കരുതി ആളെ മാറ്റി കൊണ്ടുപോയിട്ട് ഞാൻ കഴിച്ചുവെന്നും സിന്ധു കൃഷ്ണ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തള്ളാണെന്ന് തോന്നുമെങ്കിലും തള്ളല്ല എന്ന് ഒപ്പമുണ്ടായിരുന്ന അഹാനയും പറയുകയാണ്. എന്റെ പഴയ വീടിന് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. വൈകുന്നേരം ഞങ്ങൾ അവിടെ ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവിടെ ഇരുന്ന് അമ്മുവിന് ഒരു ചിക്കൻ കാല് കൊടുത്തുകൊണ്ടിരിക്കെ ഒരു കാക്ക വന്ന് ആ ചിക്കൻ കാലം കൊത്തി പറന്നുപോയി. അന്ന് അമ്മു ഉണ്ടാക്കിയ ബഹളം അലറി വിളിച്ചാണ് കരഞ്ഞത്. അന്നും 1 വയസ്സ് പ്രായമേ അമ്മുവിനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അമ്മുവിന് ഫുഡ് പ്രധാനമാണെന്നും സിന്ധു കൃഷ്ണ പറയുകയാണ്. നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോയാൽ അമ്മുവിന് അവളുടെ പ്ലേറ്റിലുള്ളത് മുഴുവൻ വേണം. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ ടേസ്റ്റും നോക്കണം. ചെറുതായിരുന്നപ്പോൾ ഇതുപോലെ ദിയയുടെ അടുത്ത് ചെന്ന് എടുക്കാൻ ചെന്നപ്പോൾ അവൾ എന്തോ പറഞ്ഞു. അമ്മു അവിടെ ഇരുന്ന ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് ദിയയുടെ മുഖത്തേക്ക് ഒഴിച്ചു. ഫുഡ് എന്നും അമ്മുവിനൊരു വീക്ക്നെസ് ആണ് എന്നും സിന്ധു കൃഷ്ണ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.